بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പവിത്രമായ വിശുദ്ധ റമളാനിലെ ഓരോ നിമിഷങ്ങളും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് എങ്ങനെയെന്ന് പരിശീലിക്കാനുള്ളതാക്കി മാറ്റാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി പിന്തുടർന്നുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കുന്നവരിൽ ഉൾപ്പെടാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വരാനുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു വിരുന്നുകാരൻ കഴിഞ്ഞ 10-13 രാവുകളായി 10-12 പകലുകളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഈ വിരുന്നുകാരന് നൽകാൻ കഴിഞ്ഞത് എന്നും ഇക്കഴിഞ്ഞ പകല് രാവുകളിൽ ഈ വിരുന്നുകാരനെ വേണ്ടും വണ്ണം സൽക്കരിക്കാൻ, സ്വീകരിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നും ഒന്ന് നമ്മൾ ആലോചിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന, ഏറെ ആദരിച്ച, ഏറെ ബഹുമാനിച്ച മാസമാണ് വിശുദ്ധ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാക്കും ശഹ്റും മുബാറക് ശഹ്റു റമളാൻ എന്നാണ്. ഏറെ അനുഗ്രഹീതമായ മാസമാണ് നിങ്ങൾക്കിപ്പോൾ വന്ന റമളാൻ. അതാക്കും ശഹ്റുൽ ഖുർആൻ എന്നാണ് മറ്റൊരിക്കൽ പറഞ്ഞത്. ഖുർആന്റെ മാസം ഇതാ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവതക്ക് മാർഗദർശിയായി
ഹഖ് ബാത്തിലുകളെയും ഹലാൽ ഹറാമുകളെയും വേർതിരിക്കാനുള്ള മാനദണ്ഡമായി നൽകിയ അവന്റെ അന്തിമ വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ച മാസമാണ് നമ്മളിപ്പോഴുള്ള മാസം. അതുകൊണ്ട് തന്നെ ആ മാസത്തോടുള്ള അള്ളാഹുവിന്റെ പ്രിയവും ആദരവും ബഹുമാനവും പരിഗണനയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ മാസത്തിൽ എന്ത് ചെയ്താലും അതെത്ര നിസ്സാരമായ നന്മയാണെങ്കിലും അതിനെല്ലാം വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 12 മാസവും ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല ഈ മാസത്തിലെ ഭക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫൈന ഫി സഹൂരി ബറക്ക. നിങ്ങൾ അത്താഴം കഴിക്കുക. അത് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടല്ല, അത് ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടുമല്ല. അതിൽ നിങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ. ആ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുള്ളത്, കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ. ഭക്ഷണം കഴിക്കുന്നതിന് പുണ്യം അല്ലേ? നോമ്പ് തുറക്കുന്നത് പുണ്യം, അത് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് മറ്റൊരു പുണ്യം. അത് വെള്ളം കൊണ്ട് തുറക്കുന്നത് പുണ്യം, അത് 2 or 3 ഈത്തപ്പഴമായാൽ അതിനേക്കാൾ വലിയ പുണ്യം. പ്രിയപ്പെട്ടവരെ, ഇത് പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ് എന്ന് നമ്മൾ പറയുന്നത് കേവലം ആലങ്കാരികമായ അർത്ഥത്തിലല്ല എന്ന് ഈ സമുദായം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരമൊരു മാസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും സൂറത്ത് സുമറിന്റെ 56, 57, 58 ആയത്തുകളിലെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതിലെ ഏറ്റവും മെച്ചമായ രൂപത്തിൽ നിങ്ങൾ അതിനെ പിന്തുടരുക. മരണം, മറ്റെന്തെങ്കിലും മാരകമായ പ്രതിസന്ധി തിരിച്ചടി വരുന്നതിന് മുമ്പ് അതെപ്പോഴാണത് അന്തില്ലാത്ത ഷൂറു നിങ്ങൾക്ക് അറിയുകയുമില്ല. എന്നിട്ട് അല്ല പറഞ്ഞെന്തിനറിയോ, എന്തിനാണ് ഇത്ര മഹത്തായ ഒരു സന്ദർഭം നിങ്ങൾ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പിന്തുടരണം എന്ന് ഞാൻ പറയുന്നത് എന്ന് അല്ലാഹു നമ്മളെ പിന്നെ പറഞ്ഞു പഠിപ്പിക്കണം. അന്തഖൂല നഫ്സുൻ, നിങ്ങൾ നാളെ പരലോകത്ത് വന്ന് എന്നോട് പറയാൻ സാധ്യതയുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറയാൻ? യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാന്റെ ഇഷ്ടം നേടാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അള്ളാന്റെ സ്നേഹം നേടാൻ, അള്ളാന്റെ പരിഗണന നേടാൻ, അള്ളാഹിന്റെ സാമീപ്യം നേടാൻ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ അതിന് വീഴ്ച വരുത്തിയല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വ ഇൻ കുന്തു ലമിനസ് സാഖിരീൻ. അത്ര മഹത്തായ ഒരു അവസരം കിട്ടിയപ്പോ അതിനെയും കളിയാക്കി തള്ളിയല്ലോ ഞാനെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ. അല്ലെങ്കിലോ തഖൂല, നിങ്ങൾ പറയും ലോ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, റബ്ബ് എനിക്ക് ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ തഖ്വയുള്ളവനാകുമായിരുന്നുവല്ലോ എന്നും നിങ്ങൾ സങ്കടപ്പെട്ടേക്കാം. അതിന് നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാവരുത്. നിങ്ങൾക്കിതാ വന്നിട്ടുണ്ട്. ജീവിതം പരാജയപ്പെട്ട് പരലോകത്ത് നഷ്ടക്കാരായി ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിലവിളിക്കാൻ സാധ്യതയുണ്ട്. ഒരവസരം കൂടെ കിട്ടിയാൽ ഞാൻ നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾ നിലവിളിക്കാനുള്ള സാധ്യതയുണ്ട്. ബലാഖദ് ജാഅത്ക ആയാതി, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഞാനൊരു ഇട നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ ആലോചിച്ച് നോക്കണേ, തമാശയല്ല കാര്യം. ബലാ ഖദ് ജാഅത്ക ആയാതി, നിങ്ങൾക്കെല്ലാ നിലയിലും പുണ്യം സമ്പാദിക്കാനുള്ള, നന്നാവാനുള്ള, നേർവഴി പ്രാപിക്കാനുള്ള, സ്വർഗപ്രാപ്തി നേടാനുള്ള, എൻ്റെ തൃപ്തിയും കൃപയും കുരുത്തവും വാത്സല്യവും നേടാനുള്ള, എൻ്റെ ഇഷ്ടക്കാരനാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫകദബത,
പക്ഷെ നിങ്ങൾ അതിനെ വേണ്ടും വണ്ണം ഉപയോഗിച്ചില്ല, അതൊന്നും ശരിയാവില്ല എന്നതിനെ കളവാക്കി നിങ്ങൾ വസ്തക്ബർത, അതിനോടും അഹങ്കാരം അഹങ്കാരം പുലർത്തി. നോക്കൂ, നിങ്ങൾ ഈ റമദാൻ മാസത്തില് മോമിനിങ്ങളെ പിടിക്കപ്പെടുന്ന കള്ളക്കച്ചവടക്കാരും കഞ്ചാവ് കച്ചവടക്കാരും ലഹരി മാഫിയക്കാരും സെക്സ് റാക്കറ്റുകളും ഒക്കെ പിടിക്കപ്പെട്ടവരുടെ പേരുകൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? കൊള്ളക്കാരും കൊലപാതകികളുമായി പിടിക്കപ്പെടുന്നത് മുഴുവനും എന്ന് പറയാവുന്ന രൂപത്തിൽ മുസ്ലിം നാമധാരികളാണ് അല്ലേ? ഈ ആയത്തൊന്ന് വായിച്ചോക്കാണ്. ബലാ ഖദ് ജാഅത്ക ആയാതി, ഞാൻ പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒരുക്കി തരാനുള്ളതുമായ സർവവും ഒരുക്കി തന്നിരുന്നു. പക്ഷേ ഫക്കദ്ദബ്ത ബിഹാ, നിങ്ങളതൊന്നും അംഗീകരിച്ചില്ല. വസ്തക്ബർത, മാത്രല്ല നിങ്ങൾ അഹങ്കാരം നടിക്കുകയും ചെയ്തു. അതിനുമപ്പുറം കുന്തമിനൽ കാഫിരി, നന്ദി കെട്ടവരുമായി പോയി എന്ന് നമ്മൾ നിലവിളിക്കാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ കൃപാ കടാക്ഷങ്ങളുടെ കാലമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ. വിശിഷ്യ രണ്ടാമത്തെ പത്തിന്റെ പ്രത്യേകത തൗഹീദിനു വേണ്ടി 1313 പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യന്മാര് ആയുധബലമോ സംഘബലമോ ഇല്ലാതെ ആദർശ ബലം കൊണ്ട് പോരാടി നേടിയ കാലമാണ്, മാസമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ പേര് ഫുർഖാൻ എന്നാണ്. തബാറക്കല്ലദീ നസലൽ ഫുർഖാൻ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആന്റെ പേര് തന്നെയാണ് റമളാൻ മാസത്തിലെ ബദർ യുദ്ധത്തിനും അല്ലാഹു നൽകിയ പേര്. യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. ആ രണ്ട് സംഘങ്ങൾ പരസ്പരം മുഖാമുഖം നിന്ന അന്നാണ് ഹക്കും ബാത്തിലും, ഹലാൽ ഹറാമുകൾ, സത്യവും അസത്യവും ഒക്കെ വേർതിരിഞ്ഞു നിന്ന കാലമാണ്, മാസമാണ്, ദിവസമാണ് റമളാനിൻ്റെത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ദാവൂദ് അലൈഹിസ്സലാം മുസ്ലിം ഉമ്മത്ത് ഇന്ന് എത്തി നിൽക്കുന്ന അപജയത്തിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ പറയാൻ പറ്റുന്ന സംഗതി എന്താ അറിയോ? ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്ത് അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് ജാലൂത്ത് രാജാവുമായ ഒരു പോരാട്ടത്തിന് ബനൂ ഇസ്രായേലുകൾ തയ്യാറെടുക്കുന്ന സമയത്ത് ജാലൂത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒന്നൊന്നായി പിന്മാറി. പടം പുറപ്പെട്ട് പടക്കളത്തിലെത്തുമ്പോൾ പുറപ്പെട്ടതിന്റെ 3/4 ആളുകളും പിന്തിരിഞ്ഞു പോയിരുന്നു. ഈ 4/1 ഭാഗം ജാലൂത്തിന് മുമ്പിൽപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പോയില്ല, നമുക്ക് ഇവരെ കൊണ്ട് പോരാടാൻ കഴിയില്ല, എത്ര വലിയൊരു മഹത്തായ സൈന്യത്തിന് എതിരിടാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിൽ നിന്ന് ഖാലല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് വിചാരിക്കുന്ന ഒരു ന്യൂനപക്ഷം ആളുകൾ അതിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്, ആൾബലത്തിലോ ആയുധബലത്തിലോ അല്ല വിജയമിരിക്കുന്നത്, അത് ആദർശ ബലത്തിലാകുന്നു എന്ന്. ആ ആദർശ ബലം കൊണ്ടാണ് ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ അതേ ആദർശ ബലമാണ് ബദറിലെ വിജയത്തിന് കാരണം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഓരോന്നായിട്ട് പറഞ്ഞു പോകുന്നത്. നോക്കൂ നിങ്ങള്, ബദർ എന്തായിരുന്നു എന്നത് ഇന്ന് നമ്മൾ ആലോചിച്ചാൽ 313 പത്തിരി കുറച്ച് പോത്തുവാണ് അല്ലേ? ഒരു മൗലൂദും ബദർ കഴിഞ്ഞുപോയി. എന്തായിരുന്നുവോ ബദർ എന്ന് അന്വേഷിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു സമുദായം വളർന്നുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധന കാലത്ത് 33 വർഷമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ 33 വർഷവും അദ്ദേഹം നടത്തിയത് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്നാണ്. അള്ളാഹുവാണ് ജനങ്ങളെ എന്റെയും നിങ്ങളുടെ റബ്ബ്, ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനെ തന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ലോകത്തു നിന്ന് ആകാശ ലോകത്തേക്ക് ഉയർന്നുപോയ ആ മഹാനുഭാവനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ സമുദായം പിൽക്കാലത്ത് ധാർഷ്ട്യം കാണിച്ചതുപോലെ, അതിന് പിന്തുടർച്ച എന്നതുപോലെ അള്ളാഹുവിന്റെ ഏകത്വത്തിന് വേണ്ടി മാത്രമായി പോരാടി ധീര രക്തസാക്ഷികളാവാൻ സന്മനസ് കാണിച്ച ആ ആളുകളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുരവസ്ഥയിലേക്ക്, കൊടിയ ശിർക്കിലേക്ക്, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും സിബ്റൻ ബിസിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതും ഫീ.
മുൻ സമുദായങ്ങളുടെ ചീത്ത പ്രവണതകളെ നിങ്ങൾ അതേ പ്രകാരം മുഴത്തിര മുഴമായി ചാണിന് ചാണായി ഇഞ്ചു ബൈ ഇഞ്ചായി നിങ്ങൾ പിന്തുടരുന്നു പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം സത്യമായി പുലരുന്നത് ബദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബദരീങ്ങളെ വിളിച്ച് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരണപ്പെടുമ്പോൾ പിന്നെ കെലിമ ചൊല്ലാനുള്ള തൗഫീക്കിന് വേണ്ടി ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു, കഷ്ടപ്പാടുകൾ നീങ്ങാൻ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആധുനിക കാലത്ത് കൊറോണ വന്നപ്പോൾ ദണ്ണംബബ കൊറോണയും എന്ന് പുതിയ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഉയർന്നു വരുന്നു. സത്യത്തിൽ എന്തായിരുന്നു ബദർ നിങ്ങൾ അറിയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്നു. ബദറിന്റെ ചരിത്രം നമ്മുടെ വിഷയമല്ല. ബദർ എന്തായിരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞത് യൗമൽ ഫുർഖാൻ, അവിടെ ഹക്കും ബാത്തിലും വേർതിരിഞ്ഞ സംഭവമാണത്. നാം സത്യവും അസത്യവും വേർതിരിഞ്ഞ സംഭവമാണ്. ആ സത്യം നോക്കിക്കോളൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ചെന്നിട്ട് ബദറിൽ കുന്നിന് മുകളിൽ ഒരു ടെന്റ് കെട്ടിയിട്ട് ആ ടെന്റിൽ ഇരുന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥന അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹുവേ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അൻജിസ്നി മാ വഅഅതനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദത്തം ചെയ്ത ആ ഒരു വിജയം നീ എനിക്ക് നൽകണമേ. റസൂൽ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങൾ ഈ കൊച്ചു സംഘം ഈ പടക്കളത്തിൽ തകർക്കപ്പെട്ടാൽ, നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവൂല. ആര് പ്രാർത്ഥിക്കുക? റസൂല് പ്രാർത്ഥിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തിനാ റസൂല് പോരാടിയത്? അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലെ. അപ്പുറത്ത് നിന്നിട്ട് അബൂജഹൽ പ്രാർത്ഥിച്ചെന്താന്ന് അറിയൂ നിങ്ങൾ? അതുകൂടി വേണം അറിയാം. അപ്പുറത്ത് നിന്നിട്ട് അബൂജഹൽ പ്രാർത്ഥിച്ച സൂറത്ത് അൻഫാൽ നമ്മളോട് പറയും 29-ാമത്തെ ആയത്ത്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം എന്നാണ് മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് തന്നെയാണ്. രണ്ടും രണ്ട് അല്ലാഹുവാണെന്ന പുതിയ വാദം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ എന്ന് നിലവിളിക്കുക, അതേ അല്ലാഹുമ്മ എന്ന് ഇപ്പുറത്തെ ശത്രു സൈന്യത്തിന്റെ നായകന്മാര് നിലവിളിക്കുക, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നതാണ് ആകാശലോകത്ത് നിന്ന് നീ അവതരിപ്പിച്ച അന്തിമമായ യഥാർത്ഥ സത്യമെങ്കിൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ കൂട്ടാക്കണില്ല, ഞങ്ങൾ തയ്യാറല്ല. അതിന്റെ പേരിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം എന്നാണ്. ആകാശത്ത് നിന്ന് ഈ കല്ലുമഴ വർഷിപ്പിച്ച് ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല, വേറെ ഏതെങ്കിലും രൂപത്തിൽ വേദനയേറിയ ശിക്ഷ തന്നാലും വേണ്ടില്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കൂല. ഏത് അംഗീകരിക്കൂല എന്ന് മുഅ്മിനീങ്ങൾ പഠിച്ചോളി. ഏത് അംഗീകരിക്കൂല? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലൻ തുഅബദ ഫിൽ അർള് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുണ്ടല്ലോ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് നീ മാത്രമായി ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ആ ഒരു സാഹചര്യത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ കൂട്ടാക്കുന്നില്ല എന്നതാണ് ശത്രുക്കളുടെ നിലപാട്. അതിനിടയിലാണ് യൗമുൽ ഫുർഖാൻ എന്ന് ബദറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അല്ലേ, ഞാൻ പറഞ്ഞ ആയുധം കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല, ആദർശ മേഖലയിലാണ് പോരാട്ടം ഉണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സുകളിൽ ബദർ സംഭവിക്കണം, നിരന്തരമായി ബദർ സംഭവിക്കണം. എല്ലാ തരത്തിലുമുള്ള ശിർക്കിനോട്, ശിർക്കിന്റെ എല്ലാ വകഭേദങ്ങളോട്, ബിദ്അത്തുകളോട്, കുഫറിനോട്, നിഫാഖിനോട്, എല്ലാ തരത്തിലുമുള്ള ദൈവധിക്കാരങ്ങളോടുള്ള പോരാട്ടത്തിന്റെ കാലമാണ്. ആശയ പോരാട്ടത്തിന്റെ, മാനസികമായ പോരാട്ടത്തിന്റെ കാലമാണ് റമദാൻ, പ്രത്യേകിച്ച് 2ാമത്തെ 10 എന്ന് മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നോമ്പെടുത്തുകൊണ്ടായിരുന്നു ബദറിൽ പങ്കെടുത്ത 313 ആളുകളിൽ പലരും ആ പോരാട്ടത്തിന് പോയിരുന്നത് പങ്കെടുത്തത് എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്താതിരിക്കുക. എന്താണ്? റമദാനിലെ ആദ്യത്തെ നോമ്പ് നിർബന്ധമായ വർഷമാണത്. ഇസ്ലാമിന് നോമ്പ് നിർബന്ധമായ വർഷം, ആദ്യത്തെ വർഷം.
നോമ്പെടുത്ത് ശരീരത്തെ നോമ്പുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് ബദർ സംഭവിക്കുന്നു. നോമ്പെടുത്തുകൊണ്ട് ആ പകലിൽ കൊടിയ യുദ്ധരംഗത്ത് പണിയെടുത്ത ആളുകൾ എന്തിനു വേണ്ടിയായിരുന്നു പണിയെടുത്തിരുന്നത് എന്നും എന്താണ് ആ സമുദായത്തിന്റെ പേരിൽ ഇന്നിവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നതുമൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ ശരിയായ ഇസ്ലാം എവിടെയാണെന്ന്, നമ്മൾക്ക് പറ്റിയ അപജയത്തിന്റെ കാരണം എന്താണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാം, ഇത് തസ്തഗീസൂന റബ്ബക്കും, സൂറത്ത് അൻഫാല്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നബിയെ അങ്ങും അങ്ങയുടെ ആളുകളും അനുയായികളും എന്താ പറയാണ്, അള്ളാഹുവോട് സഹായം തേടിയ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവമുണ്ടല്ലോ, സന്ദർഭമുണ്ടല്ലോ. എവിടെ? ബദറില്. ഇമാം ഖുർത്തുബിയൊക്കെ പറഞ്ഞ ഇത് തദഊന റബ്ബക്കും, അവിടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായാർത്ഥന എന്നല്ല, പ്രാർത്ഥന തന്നെയാണ് അർത്ഥം. അല്ലേ? ഇത് തദഊന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചല്ലോ. ഫസ്തജാബലക്കും, റബ്ബ് അതിന് ഉത്തരവ് നൽകിയല്ലോ. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ ഞാൻ നിങ്ങൾക്ക് സഹായികളായി വിട്ടുതരാം എന്ന് നിങ്ങൾക്ക് ഞാൻ സന്തോഷ വാർത്തയും അറിയിച്ചല്ലോ. അപ്പൊ നമ്മൾ ബദറിൽ മലക്കുകൾ ഇറങ്ങിയിരിക്കുന്നു, അതാണ് ബദറിന്റെ വിജയം എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയും, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയും എന്താണ്? അത് ഒരു സന്തോഷ വാർത്ത അറിയിക്കൽ മാത്രമായിരുന്നു. അത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ ഇത് തഖൂലുൽ മുഅ്മിനീന അലൈ യക്ഫീകും മൻ യുബിദ്ദകും ബി ഖംസതി ആലാഫിൻ മിനൽ മലായികതി മുൻസിലീൻ ബലാ ഇൻ തത്തഖൂ വതസ്ബിറൂ വയതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിറുകും റബ്ബുകും ബി ഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയും വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും. അതാണ് ബദറിന്റെ മെസ്സേജ്. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും, അത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നൽകിയതാണ് ഞാൻ. വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും, അതിനുവേണ്ടി തന്നതാ. പക്ഷേ മുഅ്മിനീങ്ങൾ അറിയണം, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, ഒരു സഹായവും ഒരിടത്തു നിന്നും, അത് മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജീവനുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കിട്ടില്ല. ഇല്ലാ മിൻ ഇൻദില്ലാഹ്, റബ്ബിൽ നിന്നല്ലാതെ, റബ്ബ് സഹായിച്ചാലല്ലാതെ, റബ്ബ് തീരുമാനിച്ചാലല്ലാതെ, റബ്ബ് കൽപ്പിച്ചാലല്ലാതെ, റബ്ബ് അനുമതി നൽകിയതല്ലാതെ. അതാണ് ബദറിന്റെ മെസ്സേജ്. അല്ലേ? അപ്പൊ മനസ്സിലാണ് പോരാട്ടം ഉണ്ടാവേണ്ടത്. ബദർ നടക്കേണ്ടത് മനസ്സിലാണ്. ഏതുപോലെ റമളാൻ സംഭവിക്കേണ്ടത് മനസ്സിലാണല്ലോ, അല്ലേ? റമളാനിന്റെ ചന്ദ്രപ്പിറ ഉദിക്കേണ്ടത് മനസ്സിലാണ്, ആകാശത്തല്ല. ആകാശത്തുദിച്ച ചന്ദ്രപ്പിറ 30 ദിവസത്തിനപ്പുറം ഇല്ലാതെയായി പുതിയൊരു ചന്ദ്രപ്പിറയുണ്ടാകും. അതോടുകൂടി ഈ സമുദായം പഴയ കോലത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. റമളാൻ ഉദിക്കുന്നത് നമ്മുടെ മനസ്സിലാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ആ ചന്ദ്രപ്പിറ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും. നമ്മുടെ മനസ്സ് എന്നും നോമ്പുകാരന്റെ മനസ്സായിരിക്കും. നമ്മുടെ ശരീരം എന്നും നോമ്പുകാരന്റെ ശരീരമായിരിക്കും. നമ്മുടെ സംസാരം, നമ്മുടെ കാഴ്ച, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സ്വഭാവം എന്നും നോമ്പുകാരൻ്റെ മാത്രമായിരിക്കും. അത്തരം ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തീർക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പഴയ ഞാനാ പറഞ്ഞ ആയത്തിൽ, അന്തഖൂല നഫ്സുൻ ലൗ അന്നലി കറത്തൻ, പടച്ചവരെ ഒരു അവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ നിലപിടിക്കാതിരിക്കാനാണ് ഈ ഒരു അവസരമെന്ന് ഇന്നലെ ഒരു മയ്യത്ത് നമസ്കരിച്ചിട്ടാണ് ഞാൻ വന്നത്. 2 ദിവസം മുമ്പ് വേറൊരു മയ്യത്ത് നമസ്കരിച്ചിട്ടാണ് വന്നത്. ഈ റമളാനിൽ എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ നാളെ നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ മയ്യത്ത് നമസ്കരിക്കേണ്ടവരാണ്. ഞാനോ നിങ്ങളോ നമ്മളിൽ ആരെങ്കിലുമൊക്കെ നാളെ ഖബറിടങ്ങളിലേക്ക് പോകേണ്ടവരാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനായിരിക്കാം, അവസാനത്തെ പകലായിരിക്കാം. ഈ ഒരൊറ്റ പകൽ കൊണ്ട് നേടാൻ കഴിയുന്നത് നാളേക്ക് വെക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് വഫാത്തിന്റെ തലേ ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒഴിച്ചു വിളിച്ചിട്ട് പറയും, ഉമറെ, എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ള കാര്യവും അത് തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അബൂബക്കറെ, അല്ല ഉമറെ, നീ നിന്റെ പരുഷഭാവം ഒന്ന് മാറ്റണം.
സാധാരണക്കാർക്കിടയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് നീ അവരിൽ ഒരാളായി ജീവിക്കണം. ഒന്ന്. രണ്ട്, ഉമറെ, അള്ളാഹു രാവും പകലും വേറെ വേറെ നിശ്ചയിച്ചിട്ടുള്ളത് രാത്രിയിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ രാത്രിയിൽ തന്നെ ചെയ്ത് തീർക്കാനാണ്. പ്രിയപ്പെട്ടവരെ, അത് പകലിലേക്ക് മാറ്റിവെക്കരുത്. പകൽ ചിലപ്പോൾ നീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉമറെ, നിനക്കതിന് സാധിച്ചു കൊള്ളണം എന്നുമില്ല ഉമറെ. പകൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യവും രാത്രിയിലേക്ക് മാറ്റിവെക്കരുത്. നീ രാത്രിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ ബാധ്യതകൾ ഒരു നിമിഷം പോലും മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് ഉമറെ. മൂന്നാമത്തെ ഉപദേശം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വർഗവും നരകവും ഇടകലർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ പറയാം. സ്വർഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ സ്വർഗാവകാശികളുടെ സ്വഭാവം പഠിക്കാനും സ്വർഗം ലഭിക്കാനും സ്വർഗാവകാശികളുടെ കൂടെ ഉൾപ്പെടാൻ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് ആ ആയത്തുകൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിനിടയിലൂടെ അല്ലാഹു നരകവും പറഞ്ഞിട്ടുണ്ടാകും. നരകത്തിൽ നരകാവകാശികളുടെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടാനും അതിലേക്ക് എത്തുന്ന തെറ്റുകളെ കുറിച്ച് മനസ്സിലാവാനും അതിൽ നിന്ന് മാറി നിൽക്കാനും വേണ്ടിയാണ് അത് ഇടകലർത്തി പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ ഇമ്മുന്ന അത്ഭുതത്തോടു കൂടി കാണുന്ന ഈ മഹത്തായ മാതൃകകളുടെ മൊത്തത്തിലുള്ള പ്രചോദനം. അദ്ദേഹം ഏകാഗിയായി ജീവിച്ചിരുന്ന കാലത്ത് ആരായിരുന്നുവോ അതിന് നേരെ വിപരീതമായി നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രം കാണാൻ കഴിയുന്ന 10 വർഷക്കാലത്തെ ആ ഭരണാധികാരിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ആ മഹത്തായ മാറ്റത്തിന്റെ പിന്നിലുള്ള കാഴ്ചപ്പാടാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പകൽ ചിലപ്പോൾ വൈകുന്നേരമായി കൊള്ളണം എന്നില്ല നമ്മളിൽ ചിലർക്കെങ്കിലും. അതുകൊണ്ട് വൈകുന്നേരത്തിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളത് മുഴുവനും ചെയ്തു തീർത്തിരിക്കുക. ഈ വൈകുന്നേരത്തിനുള്ളിൽ സ്വർഗം നേടുവാൻ എന്തു വേണോ അതൊക്കെ ചെയ്തിരിക്കുക. അതുകൂടെ പറഞ്ഞാൽ ഞാൻ നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ബദറിന്റെ സന്ദേശം ഉൾപ്പെടെ തൗഹീദിന്റെ സന്ദേശം ഉൾപ്പെടെ റമദാനിന്റെ മഹത്വത്തിനും ഗരിമക്കും റമദാന്റെ ആദരവിനും ബഹുമാനത്തിനും എന്തൊക്കെയാണോ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് അതൊക്കെയും ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും കലിമ ചൊല്ലി മരിക്കാനുമുള്ള തയ്യാറെടുപ്പ് ജീവിതത്തിൽ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഇസ്ലാം നമ്മുടെ സമ്പത്തും ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കാനുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കലിമത്തു ഷഹാദ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ എല്ലാ വൃത്തികേടുകളും മാലിന്യമുക്തമായി മാറും, മനസ്സ് ശുദ്ധമായി മാറും. കൃത്യമായി നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും അതുപോലെ ശുദ്ധമായി മാറും, ആക്കുചാര കർമ്മങ്ങൾ ഉൾപ്പെടെ ശുദ്ധമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അങ്ങനെ. അതുപോലെ നമ്മുടെ സമ്പത്ത് കൂടി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഷഹാദത്ത് കലിമയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരവും സമ്പത്തും കൂടി ശുദ്ധമാകുമ്പോൾ മാത്രമേ നമ്മളിൽ ഒരു യഥാർത്ഥ മുസൽമാൻ ജനിക്കുകയുള്ളൂ. കാരണം സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരോട് ഞാൻ പറഞ്ഞുകൊണ്ട് സക്കാത്തിന്റെ വിഷയമാണ്. സാമ്പത്തിക ശുദ്ധി സക്കാത്ത് അതിന്റെ പൂർണ്ണതോതിൽ നിർവഹിക്കാതെ അതിൽ വീഴ്ച വരുത്തി മരണപ്പെട്ടു പോയവരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഓർമ്മയിൽ 2 ആയത്താണ്. ഒന്ന് സൂറത്ത് ആലി ഇംറാനിൽ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമില്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു പറഞ്ഞ പ്രകാരത്തിൽ നിർവഹിക്കാതെ അത് പിശുക്കി പിടിച്ചു വെക്കുന്നവർ വിചാരിക്കരുത്. എന്ത് വിചാരിക്കരുത്? ഹുവ ഖൈറൻ ലഹും, അത് നല്ലതിനാണെന്ന് വിചാരിക്കരുത്. ഒരു താക്കീതാണ്. ബൽ ഹുവ ശർറുൽ ലഹും, അത് നല്ലതല്ല, അത് നല്ലതിനുള്ളതല്ല, അത് അത്യാപത്തിനുള്ളതാണ്. അതുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നതാണ്.
എന്താണ് അത്യാപത്ത്? സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. ആ പിടിച്ചു വെച്ച പാവപ്പെട്ടവന്റെ വിഹിതമായ സക്കാത്ത് അത് ഏത് വിധത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, അതിനെ അള്ളാഹു ഇരുമ്പിന്റെ പാളികളാക്കി മാറ്റും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞു, എന്തിനാ പാളികളാക്കൽ അറിയോ? യൗമ യുഹ്മാൻ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. ആ ഇരുമ്പിന്റെ പാളികളാക്കി മാറ്റപ്പെട്ട ആ സാധനങ്ങള് യൗമ യുഹ്മാൻ അലൈഹാ ഫീ നാരി ജഹന്നം, അത് ഖിയാമത്ത് നാളിൽ നരകത്തിലിട്ട് പഴുപ്പിക്കും. ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അതുകൊണ്ട് അയാളുടെ ശരീരമാസകലം നെറ്റിത്തടങ്ങളും വാരിയെല്ലുകളും മുതുകുഭാഗങ്ങളും ഒക്കെ പൊള്ളിക്കും. പൊള്ളിപ്പിടഞ്ഞ് ആർത്ത് നിലവിളിക്കുന്ന അയാളോട് അല്ലാഹു പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും. ആർക്കും കൊടുക്കാതെ വിവിധ ന്യായങ്ങൾ പറഞ്ഞ് അതിന് കൊടുക്കണോ ഇതിന് കൊടുക്കണോ, കൊടുക്കാതിരിക്കാനുള്ള ന്യായങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞുണ്ടാക്കിയിട്ട് പിടിച്ചു വെച്ചത് സ്വന്തമായിട്ട് അനുഭവിക്കാനല്ലേ. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് അനുഭവിച്ചോ എന്ന് പറയുന്ന നമ്മക്കറിയാം. അമ്മയത്തെ സാഹചര്യമുള്ള പറഞ്ഞത് ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ലാ അദാബ, അനുഭവിച്ചോളൂ, വർദ്ധിപ്പിച്ചു തരാൻ ഇനിയും ശിക്ഷയല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിച്ചത് നമ്മുടെ മനസ്സ് ഏത് പ്രകാരത്തിൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ ഷഹാദത്ത് കലിമയുടെ തൗഹീദ് കൊണ്ട് സാധിച്ചിട്ടുണ്ടോ, ഏത് പ്രകാരത്തിൽ നമ്മുടെ ഈ നോമ്പും നമസ്കാരങ്ങളുമായിട്ട് നമ്മുടെ ശരീരത്തെ, വാക്വിചാര കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതുകൊണ്ടുള്ളൊക്കെ ഗുണം നമുക്ക് യഥാർത്ഥ രൂപത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സമ്പത്ത് കൂടി ശുദ്ധമാവേണ്ടതുണ്ട്, നിർബന്ധമായും ശുദ്ധമാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് കൊടുക്കണോ എന്നല്ല, ഞാൻ ഇന്ത്യയിൽ ഇത്ര ഉണ്ട്, ഇന്ന സാധനം ഇത്ര ഉണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, പിന്നെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കച്ചവടമുണ്ട്, വണ്ടിയുണ്ട്, വാടക ഉണ്ട്, പിന്നെ അത് കിട്ടാണ്ട് ഇത് കിട്ടാണ്ട് ഞാൻ എത്ര തരണം എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുഅ്മിനീങ്ങൾ മാറേണ്ടതുണ്ട്. കൊടുക്കണോ കൊടുക്കണ്ടെന്ന് ചോദിക്കണമല്ല, കൊടുക്കുന്നത് കൂടിയോണ്ട് ഒരിക്കലും പഠിച്ചവൻ എന്തിനു അത്ര കൊടുത്തോന്ന് ചോദിക്കൂല. പക്ഷേ കൊടുത്തത് കുറഞ്ഞു പോയാൽ ചോദിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ വിഷയത്തിൽ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മൾ വ്യവസ്ഥാപിതമായി ഒരു സക്കാത്ത് സെല്ല് നടത്തുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ വർഷം മുമ്പ് ഇരിഞ്ഞു കിട്ടുന്നതിൻ്റെ കണക്ക് അവിടെ പുറത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ജീവിതവും 100 വീട്ടുകാർക്കുള്ള പെൻഷനും മറ്റാനുകൂല്യങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ നമ്മുടെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വീടില്ലാത്തവന് അത് വീടുണ്ടാക്കാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്തവർക്ക് അത് കിട്ടുന്നുണ്ട്. നിങ്ങളതുമായി പരമാവധി സഹകരിക്കുക. ഓരോ നാണയത്തുട്ടുകളും ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ സംഭരിച്ച് വിതരണം ചെയ്യുക എന്നതാണ് സക്കാത്തിന്റെ ഇസ്ലാമികമായ ശരിയായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് വ്യവസ്ഥാപിതമായി നമ്മളിവിടെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ റമളാനിൽ തന്നെ കാലം കഴിയുന്നതിന് മുമ്പ് അവനവന്റെ സക്കാത്തിന്റെ വിഹിതം പരിപൂർണമായും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആളുകളെ ഏൽപ്പിക്കുക. കൃത്യമായി അത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഒരൊറ്റ സംഗതി കൂടെ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം. അതാണ് നമ്മളിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച നന്മകളുടെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നമസ്കാരത്തിൽ കഴിഞ്ഞിട്ട് പിന്നീക്ക് തിരിഞ്ഞെന്ന് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ. മുഅ്മിനീങ്ങൾ ശരിക്കും കേട്ടോളൂ. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ. ഇന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം നോമ്പുണ്ട്? എല്ലാവരും കൈപൊക്കി. ഞങ്ങൾക്കൊക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം പറഞ്ഞു, വമൻ തബിഅ മിൻകുമുൽ യൗമ ജിനാസ. ഇന്ന് ആരെങ്കിലും മയ്യത്ത് പരിപാലിക്കാനും അതിന്റെ പിന്നാലെ പോകാനും മറമാടുന്നത് വരെ കൂടെ നിൽക്കാനും ഒക്കെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞങ്ങളുണ്ട്. പക്ഷെ നേരത്തെ അത്രയും ആളുകളില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ചോദ്യം പറഞ്ഞു,
വമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് 10 രൂപ സക്കാത്ത് സ്വതക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ധർമ്മം കൊടുത്ത, ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ കുറച്ച് ആൾക്കാർ കൈപൊക്കി, അപ്പോഴും പൊക്കി. പക്ഷെ നേരത്തെ 2 പേര് അത്രയില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4ാമത്തെ ചോദ്യവും എറിഞ്ഞു. അതെന്താണ്? വമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗി കാണാൻ പോയി, സന്ദർശിക്കാൻ പോയിരുന്നോ? അപ്പോ ഒരാൾ മാത്രമേ കൈപൊക്കിയുള്ളൂ, ഒരേ ഒരാൾ മാത്രം. അയാളാവട്ടെ നേരത്തെ 3 തവണയും കൈപൊക്കിയ ആളാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ എന്നതിൽ അത് അയാളുണ്ട്. മൻ ഇത്തബഅ മിൻകുമുൽ യൗമ ജനാസ എന്നതിൽ അയാളുണ്ട്. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ എന്നതിൽ അയാളുണ്ട്. മൻ ആദ മിൻകുമുൽ മരീള എന്നതിലും അയാളുണ്ട്. ഈ 4 കൂടി ഒരാളിൽ യോജിച്ച് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഇക്കാര്യങ്ങൾ 4 കൂടി ഒരാൾക്ക് ഒരു ദിവസം ഒരുമിപ്പിക്കാൻ സാധിച്ചാൽ, നോമ്പുകാരനായിരിക്കെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, രോഗി സന്ദർശനവും മയ്യത്ത് പരിപാലനവും ഉൾപ്പെടെ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും ഒരാൾക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞാൽ ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാകും എന്നുറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലത്താണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അതുകൊണ്ടാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ബാദിറൂ ബിൽ അഅമാൽ, ബാദിറൂ ബിൽ അഅമാൽ, സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നേറുവീൻ എന്ന്. സൂറത്ത് സ്വാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. സ്വർഗപ്രവേശനം എന്നതിനേക്കാൾ വലിയൊരു വിജയമില്ല. പ്രവർത്തിക്കാൻ കഴിവുള്ളവരെല്ലാം ഈ ഒരു നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കട്ടെ പരസ്പരം എന്ന്. അങ്ങനെ ഒരു നന്മയ്ക്കു വേണ്ടിയുള്ള മത്സരത്തിന്റെ കാലമാവണം ഏത്? പരിശുദ്ധ റമദാൻ. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഒരു നന്മക്കൊരു സുന്നത്തിന്റെ കൂലിയാണ്, ഒരു സുന്നത്തിനൊരു ഫറലിന്റെ കൂലിയാണ്, ഒരു ഫറലിന് ചുരുങ്ങിയത് 70 ഫറലെങ്കിലും ചെയ്യുന്ന കൂലിയാണ് എന്നൊക്കെ. അതൊന്നും ഒരു തമാശയായി കണക്ക് കൂട്ടാതെ പരമാവധി ആ പുണ്യം സമ്പാദിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക. ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിന്റെ മുഴുവൻ പുണ്യങ്ങളും കഴിവിന്റെ പരമാവധി നേടിയെടുക്കുവാനുള്ള ആയുസ്സും ആഫിയത്തും ദീർഘായുസ്സും ഈമാനും ഹിദായത്തും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി നന്മകൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും അതെത്ര ചെറുതാണെങ്കിലും റഹ്മാനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അവക്കൊക്കെ ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങളെല്ലാം നിവൃത്തിയാക്കി തന്ന ഈ പരിശുദ്ധ റമദാനിന്റെ മുഴുവൻ പുണ്യവും നേടിയെടുക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റഹ്മാനെ. റമദാനിന്റെ പുണ്യം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തി ഈമാനുള്ളവർക്ക് മാതൃകകളായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് ഏകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിവിധ രൂപത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അത്തരം കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം രക്ഷയും വിടുതലും നൽകണമേ റഹ്മാനെ. ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ ഇബാദത്തുകളിൽ മുഴുകി, അമലു സാദാത്തുകളിൽ മുഴുകി മുഖ്ലിസുകളായി, മുഹ്സിനുകളായി, മുത്തഖികളായി നിന്നിലേക്ക് അണയാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഇസ്ലാമിനെ ഇസ്സത്തായി കാണുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ അന്തസ്സായി അഭിമാനമായി കാണുന്ന, അലങ്കാരമായി കാണുന്ന ഒരു തലമുറയെ ഞങ്ങളുടെ യൗവനത്തിൽ നിന്ന്, യുവതയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങൾക്ക് തുണ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിരീശ്വരത്വം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും, അപജയങ്ങളിൽ നിന്നും, ലഹരിയുടെ കടുംപിടുത്തത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അത്തരക്കാർക്ക് ഒരു പ്രവേശനവും ഇല്ലാത്ത രൂപത്തിൽ ഈമാനും തഖ്വയും നിറഞ്ഞു
നിൽക്കുന്ന മനസ്സുകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നാട്ടിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഈമാനികമായ കരുത്തും കാഠിന്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഖ്ലിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസിയാമനാ വസാലിഹു അഅമാലിനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്.